എൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു മലയാളീസാണ്, ബാംഗ്ലൂർ സെറ്റിൽഡ് ആയ ഒരു കുടുംബമാണ്. ഒരു പയ്യനെ കൊണ്ടുവന്നു, 18 വയസ്സ്, 18-19 ആയിട്ടുണ്ടാവും ഒരു പയ്യൻ. അവരെന്താ സംഭവം, ഈ മയക്കുമരുന്നിന് അഡിക്റ്റ്, ഗെയിമിന് അഡിക്റ്റ് ആയിട്ട് പിന്നെ ഗെയിമിൽ നിന്ന് മയക്കുമരുന്നിലേക്ക് പോയി. പിന്നെ ഇതൊക്കെ കണക്റ്റഡ് ആയി സാധനങ്ങൾ അഡിക്റ്റ് ആയിട്ട് ലാസ്റ്റ് എന്താ വെച്ചാൽ ഇവർ ഒരു ദേഷ്യം പിടിച്ചപ്പോൾ തല കൊണ്ട് ഗ്ലാസ് മുറിച്ചോൻ, ഇങ്ങനെ തല കൊണ്ട് ഇടിച്ചിട്ട് ഗ്ലാസ് കൊണ്ട് പൊട്ടിച്ച്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഞരമ്പുണ്ട്, നമ്മുടെ അറ്റു. അവൻ കുറേ കോമ സ്റ്റേജിൽ കടന്നു. അങ്ങനെ അതൊക്കെ റിക്കവറായി വന്നിട്ട് പിന്നെ ഭയങ്കര ഡീപ്ലി ഇവൻ ഡിപ്രസ്ഡാണ്. അങ്ങനെയാണ് കേസായിട്ട് വന്നത്. അവൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന. ഇതൊക്കെ ഇന്നത്തെ കോലാണ്. ഞാൻ ആവർത്തിച്ച് എൻ്റെ മാതാപിതാക്കളോട് പറയുന്നു, മക്കളൊരു അപകടത്തിൽ പെട്ടിട്ട് അല്ലാ എൻ്റെ കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങി 6 മൊബൈൽ ഫോൺ ഉണ്ട്, ഇല്ലേ? ഇതൊക്കെ എന്തിനാ? അത്യാവശ്യമില്ലാത്ത മൊബൈൽ ഫോൺ, പഴയ ആവശ്യമില്ലാത്ത മൊബൈൽ, ഇലക്ട്രോണിക് വേസ്റ്റ് എന്നതിന് പറയാം. അത് കഴിഞ്ഞ ഇതിൽ പഴയ മൊബൈൽ ഉണ്ടാവില്ലേ, നമ്മളാ മൊബൈൽ വാങ്ങിയ കാലത്ത് പണ്ടത്തെ അൽക്കാട്ടലിൻ്റെ മൊബൈലല്ലേ, നായനൊക്കെ അറിയുന്നൊരു ഫോൺ ഉണ്ടായിരുന്നില്ല പണ്ട്, നായനൊക്കെ അറിയാൻ പറ്റുന്ന ഫോൺ അൽക്കാട്ടലിൻ്റെ. ആ സാധനം മുതലുള്ള ഫോണ് അട്ടത്തോ തട്ടിൻ്റെ പുറത്തോ ഉണ്ടാവും. ഇലക്ട്രോണിക് വേസ്റ്റ് എന്നതിന് പറയാം. ഇതൊക്കെ എടുത്തിട്ട് ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ പഞ്ചായത്തിലുണ്ടോ എനിക്കറിയില്ല, പല പഞ്ചായത്തുകളിലും അതുണ്ട്. അത് അവരെ ഏൽപ്പിക്കാം. ഈ വേസ്റ്റ് പിന്നീട് കുട്ടികളെടുത്തിട്ട് ചിലപ്പോൾ എല്ലാം അത് വർക്ക് ചെയ്യുന്നുണ്ടാവും, സിമ്മെല്ലാം ഇട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഈ പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ കാമുകന്മാർ കുറച്ചും കൂടെ വിശാല മനസ്കരാണ്. പണ്ടത്തെ കാമുകന്മാർ സ്വന്തമായിട്ട് തന്നെ പെൺകുട്ടി കമ്മ്യൂണിക്കേഷനുള്ള ഫെസിലിറ്റീസ് കണ്ടെത്തട്ടെ വിചാരിച്ചിരുന്നു. ഇന്നത്തെ കാമുകന്മാർ കുറച്ചും കൂടെ നല്ല വിശാല മനസ്സുള്ളവരായതുകൊണ്ട് അവൻ്റെ കാമുകിക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കൽ അവൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു നല്ല ചിന്തയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാമുകിമാർക്ക് സ്വന്തമായി തന്നെ മാതാപിതാക്കളുടെ ഫോൺ ഉപയോഗിച്ച് ശല്യമുണ്ടാക്കരുത്, കാമുകിയുടെ മാതാപിതാക്കളോട് മഹബത്തും റെസ്പെക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഇടങ്ങാറാക്കരുത് എന്ന ചിന്ത ഉള്ളതുകൊണ്ട് കാമുകന്മാർ കാമുകിമാർക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ബാക്കി കളികളൊക്കെ. ഞാൻ പറഞ്ഞതൊക്കെ തമാശയാക്കിയിട്ടാണെങ്കിലും നിങ്ങളിത് ഗൗരവത്തിലെടുക്കണം. നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സൗഹൃദത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട. എന്താണ്, പുരുഷന്മാരും പെൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട, അതാണ് പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട. എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇത് ഇന്നത്തെ ഒരു പ്രശ്നമാണത്. ആധുനികതയുടെ പേരിൽ എന്തും ചെയ്യാന്നാ. എന്താണ് ഈ ആധുനികത എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. മുത്തുനബി നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു വിഷയത്തിൽ എല്ലാവരും ആൻസർ പറയട്ടോ. ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞാലും പ്രധാനമന്ത്രി പറഞ്ഞാലും ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞാലും സാഹിത്യകാരൻ പറഞ്ഞാലും നമുക്ക് പുല്ല് വരലുള്ളൂ. പറ, ആണോ അല്ലേ? കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉണ്ടാവാൻ കാരണക്കാരാണ്. അവിടുന്ന് ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് ആധുനികതയ്ക്ക് വേണ്ടി വേറെ ഏതോ ഒരു കോന്തന്റെ ഒരു അഭിപ്രായം എടുക്കാൻ മാത്രം വിഡ്ഢികളായി പോകാൻ പാടില്ല. നമ്മൾ പെൺകുട്ടികളോടൊക്കെ പറയാനുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല എന്താണ് ഒരു ഔറത്ത് മറക്കുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ നമ്മൾ ഔറത്ത് പൊതിയലാണ് പലരും. എന്താണ് പൊതിയൽ എന്ന് ഞാൻ കാണിച്ചു തരാം. ഔറത്ത് മറക്കാണ് വേണ്ടത്, ഔറത്ത് പൊതിയലല്ല. ഔറത്ത് മറക്കാന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിപ്പോ ഒരു അവയവാണ് സങ്കല്പിക്കുക. നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? എന്നാൽ പൊതിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പൊതിയാന്ന്. ഔറത്ത് മറക്കാനാ പറഞ്ഞത്, പൊതിയാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയുന്നത്, ഇതിങ്ങനെ ടൈറ്റ് ഫിറ്റായി ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് അവിടെ ഇവിടെ പിന്നെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഓരോ ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് വരുവിൻ, കാണുവിൻ, ആസ്വദിക്കുവിൻ എന്ന് പറയുന്ന തരത്തിലുള്ള പ്രൊജക്ട് ചെയ്തിട്ടൊക്കെയാണ് സാധനങ്ങൾ. അതായത് പ്ലീസ് കം ടു മീ, ഐ ആം റെഡി ടു അക്സെപ്റ്റ് യു എന്ന ഒരു ബോഡി ലാംഗ്വേജിലാണ് ഈ സാധനം നിൽക്കുന്നത്. പിന്നെ ആ കാണുന്ന ചങ്ങായി വന്നിട്ടില്ലെങ്കിലല്ലേ പരാതി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പണ്ടൊരു പെൺകുട്ടി ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലീസുകാരനോട് കംപ്ലൈന്റ് പറഞ്ഞു. ആ പെൺകുട്ടി അപ്പുറത്തെ സൈഡിലൊരു പോലീസുകാർ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു പോലീസുകാരെ പുറത്തുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി പോലീസുകാരനോട് പറഞ്ഞു, സാറേ അവൻ കുറെ നേരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നു സാറേ എന്ന് പറഞ്ഞു. ആ പോലീസുകാരൻ നോക്കും, അവൻ ഇങ്ങോട്ട് നോക്കുന്നും കൂടില്ല. അല്ല സാറേ, കുറെ നേരമായിട്ട് അവനെ ഉപദ്രവിക്കുക സാറേ. അപ്പൊ എന്താന്ന് ചോദിച്ചു. ഞാൻ എത്ര നോക്കിയിട്ടും അവൻ ഇങ്ങോട്ട് നോക്കുന്നില്ല സാറേ. ഈ അടുത്തൊരു സിനിമാ നടി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ആ സിനിമാ നടി പറയട്ടോ, എൻ്റെ ക്ലിപ്പ് എൻ്റെ ലാപ്ടോപ്പിലുണ്ടത്. എനിക്ക് ക്ഷീണമുള്ള സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ മെൻസസിൻ്റെ ഒക്കെ ഉദ്ദേശിച്ചൊക്കെ അവർ പറയുന്നത് മനസ്സിലായത്. യാത്ര ചെയ്യുമ്പോൾ പറത് ഉപയോഗിച്ച് എന്നെ ആരും നോക്കൂല, സേഫാണ് പറയുന്നത്. അവർ ചോദ്യം ഉടനെ തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പറത് ഉപയോഗിക്കാതെ പോകുമ്പോൾ എല്ലാവരും നോക്കണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇപ്പോൾ പോകുന്നത്. അതന്നെ ഇസ്ലാം പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ മഹിളാരത്നങ്ങളെ അങ്ങനെയൊക്കെ വിളിച്ചാൽ അവർക്ക് നല്ല ഇഷ്ടമായിക്കാരം അല്ലേ? ആവൂലേ? അപ്പോൾ നല്ല മഹിളാരത്നങ്ങളായ സഹോദരിമാരായവരെ, നിങ്ങളെ കാണാൻ നല്ല ചുരുക്കാണ്,
അതുകൊണ്ട് നിങ്ങൾ നല്ല ഓർത്തൊക്കെ മറിച്ച് നടക്കണം. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ചൊറുക്കുണ്ട്. ശരി, ചൊറുക്കുണ്ടല്ലേ, നല്ല ചൊറുക്ക് നിങ്ങൾ എല്ലാവരും കാണാൻ. അത് 50, 60, ഇനി 78 വയസ്സ്, 40, 23 ഒക്കെ വയസ്സാണെങ്കിൽ നിങ്ങൾ കാണാൻ നല്ല ചൊറുക്കാണ്. കാരണം എന്താ പറയുക, ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിന് സോഫ്റ്റ് ടിഷ്യൂസും ഉണ്ടാകും ബയോളജിക്കലി പറയുകയാണെങ്കിൽ. ആണുങ്ങൾ ഉണ്ടാക്കിയ ഹാർഡ് ടിഷ്യൂസും ഉണ്ടാകും ബയോളജിക്കലി. അപ്പോൾ ഈ പെണ്ണുങ്ങളെ സോഫ്റ്റായിട്ട് നമ്മളെന്താ പറയുക, ഈ പെൺകുട്ടികളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിങ്ങനെ നടക്കണ്ട. ഒരാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു പെണ്ണ് പുറത്തു പോകുമ്പോൾ, എൻ്റെ ഭാര്യയൊക്കെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഫുള്ള് നിക്കാബിട്ട് നടക്കുന്ന പെണ്ണാണ്, അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കെന്താ ആ ഒരു ചിട്ടയിൽ റസൂലുള്ളാഹിക്ക് അതാണ് പൊരുത്തെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഭാര്യനെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ഒരു പെണ്ണ് ചോദിക്കുകയാണ്, അല്ലേ സാറേ അതിപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക? അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നം മുത്ത് റസൂലുള്ളാഹി വിളിക്കുന്നത് പ്രശ്നമല്ല. അതന്നെ പറഞ്ഞ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ. ആ പ്രശ്നമാണ്, ഞാനൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. നമുക്കൊരു റസൂലുള്ളാഹിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നാളെ മുതൽ നിഖാബാണ് ധരിക്കാൻ തീരുമാനിക്കണം. അതിപ്പോൾ എന്താ ഈമാൻ എന്തൊരു കുറവ്? അത് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ എന്തൊക്കെ കുറവുണ്ടെന്ന്. ആൺകുട്ടികളുടെ കാര്യത്തിൽ തന്നെ മുടി നബി സല്ലല്ലാഹു അലൈഹി ഇഷ്ടമില്ലാത്ത ഇതിൽ മുടി വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നാളെ ബാർബർ ഷോപ്പ് തുറക്കൂലേ? നാളെ വില്ലേജല്ലേ ബാർബർ ഷോപ്പ് തുറക്കും. നാളെ പോയിട്ട് മുടി വെട്ടണം. എൻ്റെ കൂട്ടുകാരന്മാരെന്താ വിചാരിക്കുക? ഓരോ വിചാരിക്കും ഓൻ മുടി വെട്ടിയെന്ന് വിചാരിക്കും. വേറെ എന്താ വിചാരിക്കാനോ? മുടി വെട്ടിയാൽ ഓൻ എന്താ വിചാരിക്കുക? മുടി വെട്ടിയെന്നല്ല വിചാരിക്കുക. വേറെ എന്താ വിചാരിക്കാണോ? ഇല്ല. കാരണം ചോദിക്കുകയാണെങ്കിൽ പറയാം, എടാ എൻ്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലടാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കളിയാക്കും, ഓൻ വലിയൊരാള്, അങ്ങനെയൊന്നല്ലടാ, ഇങ്ങനെയല്ലടാ, നമ്മൾ ഇങ്ങനെയല്ലടാ, ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കുറച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നടക്കണടാന്ന് പറഞ്ഞാൽ ഓനോട് പറയേണ്ട മറുപടി എന്താണെന്നറിയാം? മഹൽതനി നുസ്ഹ ലാകിൻ ലസ്തു അസ്മഉഹു ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സ്വമമി. ആരെ മറുപടി പറയണ്ടേ? മഹൽതനി നുസ്ഹ, അടിപൊളി ഉപദേശം നിന്റെ. ലാകിൻ ലസ്തു അസ്മഉഹു ബട്ട് ഐ ഡോണ്ട് കെയർ, ഞാനത് കെയർ ആക്കുന്നില്ല. ഇന്നൽ മുഹിബ്ബ, നമ്മളെ പോലുള്ള ആൾക്കാർ, അനിൽ ഉദ്ദാലി, നിന്നെ പോലുള്ള ആൾക്കാരെ തൊട്ട് ഈ സ്വമമീന്നാണ്, നമ്മളൊന്നും മൈൻഡാക്കൂലാന്ന്. ആ മറുപടി അത് ബുസ്രിമാം ബുർദയിൽ പറഞ്ഞാണ്. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഒരു ആശയം ഒരാൾ സ്വീകരിച്ചാൽ ആര് കളിയാക്കിയാൽ അത് പറഞ്ഞാൽ മതി. ബുസ്രിമാമിന് ആ ബുർദയുടെ ആദ്യത്തെ വരികളിൽ പെട്ടതാണ്. പിന്നെ ഭാര്യപ്പുറത്ത് ഒരു വരിന്റെ അവസാനം പറയുന്നുണ്ട്, വലാ ദാഇബി മുൻഹസമി, നിങ്ങൾ ഇന്നെ കളിയാക്കാണില്ല, സ്വലാത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇഷ്കിന്റെ ആളെ കളിയാക്കിക്കോളി, ഈ രോഗം മാറൂല. വലാ ദാഇബി മുൻഹസമി, മാറാത്ത രോഗമാണ് ഈ രോഗം, എന്നെയും കൊണ്ടേ പോവുള്ളൂ. ഞാൻ അവസാനം മരിക്കുന്ന സമയത്ത് മുത്ത് റസൂലുള്ളാഹി എന്നെ കൊണ്ടുപോകും, അതോടുകൂടി രോഗം, ഈ ലോകത്തെ എൻ്റെ ഈ രോഗം അവസാനിക്കും. പിന്നെ ഖബറിൽ അത് തുടരും. ഖബറെന്ന് ബുറുദല്ലാണ്, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെന്താ വിചാരിച്ച ഖബറിലും ഇങ്ങനെ കിടക്കാന്ന്? ബോറടിയാവും. ഖബറിൽ പോയിട്ട് ഇങ്ങനെ കിടക്കാം? അതൊന്നുമല്ല. അവിടെ ബുർദ, മൗലിദ്, മുദരിയ, മുഹമ്മദിയ, മങ്കൂസ്, ഷറഫുനാമ, അസ്രഖബ, ഫുള്ള് പരിപാടിയല്ലേ. നമ്മൾ എന്തൊക്കെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ 1,00,000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പ്ലാൻ ചെയ്യുന്നത് ഖബറിൽ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആക്കി തരട്ടെ. അത് പറയാനുള്ള അർഹത ഉണ്ടായിട്ട് പറഞ്ഞതല്ല, അള്ളാഹിന്റെ കാരുണ്യം വിശാലല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാഹു തആല വിശാലമായ ഖബറിൽ ബുർദ പാടി ഇങ്ങനെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാറിന് അപ്പുറല്ലാഹു മറക്കത മഹാനവറുകൾ ഹദ്ദാദ് അസ്മാഉൽ ഹുസ്നയൊക്കെ വല്ലാതെ പ്രചരിപ്പിച്ചവരായിരുന്നു. അവരുടെ ഖബറിന്ന് പലരും അവർ ഖബറിൻ്റെ ഉള്ളെന്ന് ഹദ്ദാദ് ചൊല്ലുന്നത് കേട്ടവരുണ്ട്. അതായത് ദുനിയാവെന്ന് എന്താണോ ഹയാത്താക്കിയത് അത് അവൻ ഖബറിന്ന് ചൊല്ലും. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല നമ്മളൊക്കെ സ്വലാത്തിന്റെയും മൗലിദിന്റെയും ബുറുദന്റെയും ആൾക്കാരാക്കി മാറ്റട്ടെ.